കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് അറബിക്കടലിൽ മോശം കാലാവസ്ഥയിലും ചുഴിയിലും അകപ്പെട്ട് ചരിഞ്ഞ ചരക്ക് കപ്പലായ MSC എൽസ 3യിൽ നിന്ന് കടലിൽ വീണത് അപകടകരമായ സൾഫർ ഫ്യൂർ ഓയിലും മറൈൻ ഗ്യാസ് ഓയിലും നിറച്ച കണ്ടെയ്നറുകൾ. കപ്പൽ ചരിഞ്ഞതോടെ ഇപ്പോൾ അറബിക്കടലിൽ പടർന്ന എണ്ണയെക്കുറിച്ചാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം ചർച്ച നടക്കുന്നത്. MSC എൽസ 3 ഫീഡർ കപ്പലിൽ നിന്ന് മറൈൻ ഗ്യാസ് ഓയിൽ, വെരി ലോ സൾഫർ ഫ്യൂർ ഓയിൽ എന്നിവ ചോർന്നതായാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. എറണാകുളം ആലപ്പുഴ തീരത്തേക്ക് കണ്ടെയ്നറുകൾ ഒഴുകിയെത്താൻ സാധ്യതയുണ്ട് എന്നും കോസ്റ്റ് ഗാർഡ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇവ എത്രത്തോളം അപകടകാരികളാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ബങ്കർ ഫ്യൂവൽ, മറൈൻ ഗ്യാസ് ഓയിൽ, മറൈൻ ഡീസൽ ഓയിൽ, ഇന്റർമീഡിയറ്റ് ഫ്യൂവൽ ഓയിൽ, മറൈൻ ഫ്യൂവൽ ഓയിൽ, ഹെവി ഫ്യൂവൽ ഓയിൽ, ഇതാണ് ബങ്കർ ഫ്യൂവൽ എന്ന് പൊതുവെ അറിയപ്പെടുന്നത്. ഇതിൽ HFO ആണ് വലിയ കപ്പലുകളിൽ മുൻപൊക്കെ ഇന്ധനമായി ഉപയോഗിച്ചിരുന്നത്. സൾഫറിന്റെ അംശം ഇതിൽ കൂടുതലാണ് എന്നതാണ് പ്രത്യേകത. 1960-കൾ മുതലാണ് HFO വ്യവസായ മേഖലയിൽ ഉപയോഗിച്ചു തുടങ്ങിയത്. മറ്റ് ഇന്ധനങ്ങളെ അപേക്ഷിച്ച് 30% വില കുറവാണ് എന്നതാണ് HFOയെ വ്യവസായികൾക്കിടയിൽ സ്വീകാര്യമാക്കിയത്. മറൈൻ ഗ്യാസ് ഓയിൽ HFOയ്ക്ക് പകരം വലിയ കപ്പലുകൾ ഇന്ധന സ്രോതസ്സായി ഉപയോഗിക്കുന്ന മറ്റൊരു എണ്ണയാണ് മറൈൻ ഗ്യാസ് ഓയിൽ. കുറഞ്ഞ സൾഫറുള്ള ശുദ്ധീകരിക്കപ്പെട്ട ഇന്ധന എണ്ണയാണ് MGO. 2020 മുൻപ് സമുദ്രത്തിലൂടെ സഞ്ചരിക്കുന്ന വലിയ കപ്പലുകൾ സാധാരണയായി ഹെവി ഫ്യൂവൽ ഓയിലാണ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ 2020 ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ കൊണ്ടുവന്ന നിയമങ്ങളിലൂടെ കപ്പലുകൾക്ക് ഇന്ധനമായി മറൈൻ ഗ്യാസ് ഓയിൽ ഉപയോഗിക്കണം എന്ന നിബന്ധന മുന്നോട്ട് വയ്ക്കുകയായിരുന്നു. സൾഫറിന്റെ അളവ് കുറവായതിനാൽ MGO രാജ്യാന്തര മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ട്. കപ്പലുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളിൽ 0.50% താഴെ സൾഫർ ഉണ്ടാകാൻ പാടുള്ളൂ എന്നതാണ് മാരിടൈം ഓർഗനൈസേഷൻ നൽകുന്ന ഒരു കണ്ടീഷൻ. മറൈൻ ഗ്യാസ് ഓയിൽ ഡീസലിന് സമാനമാണ്, പക്ഷേ ഉയർന്ന സാന്ദ്രത എന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. വെരി ലോ സൾഫർ ഫ്യൂർ ഓയിൽ, അതായത് MGO പോലെ 0.5% സൾഫർ അടങ്ങിയ കപ്പൽ ഇന്ധനമാണ്. 2020 ജനുവരി മുതൽ കപ്പൽ ഇന്ധനങ്ങളുടെ സൾഫറിന്റെ അളവ് 3.5% നിന്ന് 0.5% കുറയ്ക്കണമെന്ന് ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ നിർദ്ദേശിച്ചതിന്റെ ഭാഗമായാണ് VLSFO ഇന്ധനം നിർമ്മിച്ചത്. ഉയർന്ന സൾഫർ അടങ്ങിയ ഇന്ധനങ്ങൾ വായുമലിനീകരണത്തിനും ശ്വസന പ്രശ്നങ്ങൾക്കും കാരണമാകുമെന്നും കപ്പലുകളിൽ നിന്നുള്ള സൾഫർ ഓക്സൈഡ് പുറന്തള്ളൽ കുറയ്ക്കുക എന്നതും ലക്ഷ്യമിട്ടാണ് VLSFO ഇന്ധനം ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ മുന്നോട്ട് വെച്ചത്. ഇതോടെ അതുവരെ ഉപയോഗിച്ചിരുന്ന ഹൈ സൾഫർ ഫ്യൂർ ഓയിലിന്റെ ഉപയോഗത്തിൽ നിയന്ത്രണം വരികയും സൾഫർ പുറന്തള്ളൽ മാനദണ്ഡങ്ങൾ പാലിക്കണമെങ്കിൽ കപ്പലുകൾക്ക് ഇതോടെ VLSFOയിലേക്കോ അല്ലെങ്കിൽ MGOയിലേക്കോ ഒക്കെ മാറേണ്ടി വന്നു. എന്നാൽ MGO ഇന്ധനം കൂടുതൽ ശുദ്ധീകരിക്കപ്പെട്ടതാണ്, അതുകൊണ്ട് അതിന് വിലയും കൂടുതലാണ്. VLSFOയുടെ ഇന്ധനക്ഷമത വില കൂടിയ MGMOയേക്കാൾ കുറവുമാണ്. 24 ജീവനക്കാർ കഴിഞ്ഞ ദിവസം 21 വരെ കോസ്റ്റ് ഗാർഡും നേവിയും സംയുക്ത ഓപ്പറേഷനിലൂടെ രാത്രി 8 മണിയോടെ രക്ഷപ്പെടുത്തി. ക്യാപ്റ്റനും ചീഫ് സെക്കൻഡ് എഞ്ചിനീയർമാരും കപ്പലിൽ തുടരുകയാണ്. മുഴുവൻ പേരെയും രക്ഷിച്ച് കൊച്ചിയിൽ എത്തിക്കും. റഷ്യൻ പൗരനാണ് ക്യാപ്റ്റൻ. 20 ഫിലിപ്പൈൻസുകാരും 2 ഉക്രൈൻ പൗരന്മാരും ഒരു ജോർജിയക്കാരനുമാണ് മറ്റുള്ളവർ. കൊച്ചി തീരത്തു നിന്ന് 38 നോട്ടിക്കൽ മൈൽ അകലെ തെക്കു പടിഞ്ഞാറായി കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് സംഭവം നടന്നത്. അപകട സാധ്യത ഉള്ളവയാണ് മറൈൻ ഗ്യാസ് ഓയിലും സൾഫർ ഫ്യൂർ ഓയിലും. കേരള തീരത്ത് അടിയാൻ സാധ്യതയുള്ള ഈ കണ്ടെയ്നറുകൾ തൊടാൻ പോലും പാടില്ല എന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് നിന്ന് വെള്ളിയാഴ്ച വൈകിട്ടാണ് ഫീഡർ കപ്പൽ 600 കണ്ടെയ്നറുകളുമായി കൊച്ചിയിലേക്ക് തിരിച്ചത്. തൂത്തുക്കുടിയിൽ നിന്ന് വിഴിഞ്ഞത്ത് എത്തിയതാണ്. ഏതാനും കണ്ടെയ്നറുകൾ അവിടെ ഇറക്കി. അതിനുശേഷം മദർഷിപ്പിലെത്തിയ കണ്ടെയ്നറുകൾ കയറ്റുകയായിരുന്നു. ഇന്നലെ വൈകിട്ട് 4:30 കൊച്ചി തുറമുഖത്ത് എത്തേണ്ടതായിരുന്നു. കൊച്ചി തീരത്തേക്ക് അടുക്കവെയാണ് ഉച്ചയ്ക്ക് 1:15 അപകടത്തിൽപ്പെട്ടത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.